സ്വർണം സർവകാല റെക്കോർഡ് ഭേദിച്ച് ഓരോ ദിവസവും മുകളിലേക്കാണ്. സ്വർണത്തിന്റെ വില 1,01,600 രൂപയിൽ എത്തിയിരുന്നു. അതായത് ഒരു ഗ്രാമിന് 12,700 രൂപ. അതുപോലെ തന്നെ ഒരു ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ 31.12 ഗ്രാം. അതിന് $4,400 ആയിരുന്നു ഒരു ട്രോയ് ഔൺസിന്റെ വില. ഈ ട്രോയ് ഔൺസിന്റെ വില, തനി തങ്കമാണ് ട്രോയ് ഔൺസ് എന്ന് പറയുന്നത്. അതിന്റെ വില ഉയരുന്നത്, ആഗോളതലത്തിൽ ഉയരുന്നതിനനുസരിച്ച് 22 ഗ്രാം സ്വർണത്തിന്റെയും ഒക്കെ വില 14 കാരറ്റ്, 22 കാരറ്റ്, 14 കാരറ്റ്, 18 കാരറ്റ്, ഇതിന്റെ എല്ലാം വില മുകളിലേക്ക് കയറുന്നത് ഈ തനി തങ്കത്തിൽ ഉള്ള, അതായത് ഈ ട്രോയ് ഔൺസിന്റെ വിലയിലെ വർധനവ് അനുസരിച്ചാണ്. അതുപോലെ താഴോട്ട് പോകുന്നതും അതിന് അനുസൃതമായിട്ടായിരിക്കും. തുടക്കത്തിൽ 1,00,000 താഴെ ആയിരുന്ന സ്വർണ്ണവിലയാണ് 1,01,600 രൂപയായിട്ട് ഉയരുന്നത്. അത് അങ്ങനെ തുടർന്നു. അവിടെ നിന്നും പിന്നെയും മുകളിലേക്ക് പോയിരിക്കുന്നു. എത്രയാണ്? 1,01,880 രൂപയായിട്ടാണ് ഉയർന്നത്. അതായത് ഒരു ഗ്രാമിന്റെ വില 12,735 രൂപ. അങ്ങനെ ആയപ്പോൾ ഒരു ട്രോയ് ഔൺസിന്റെ വില $4,500 എന്ന രീതിയിലേക്ക് ഉയർന്നു. അപ്പൊ ഇങ്ങനെ സ്വർണത്തിന്റെ വില മുകളിലേക്ക് പോകുമ്പോൾ 1972 വരുമ്പോ 72 ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വർഷമായിരുന്നു. ആഗോള തലത്തില് ഇന്ധന ദൗർലഭ്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് ഇന്ധനത്തിന്റെ വില കുതിച്ചുയർന്ന ഒരു വർഷമായിരുന്നു. അതുകൊണ്ടാണ് 1972 ആയപ്പോഴേക്കും സ്വർണത്തിന്റെ വില 202 രൂപയായിട്ട് ഉയരുന്നത്. അതിനുശേഷം അങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ സ്വർണത്തിന്റെ വിലയിൽ തരക്കേടില്ലാത്ത രീതിയിലുള്ള വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 1978 ആയപ്പോഴത്തേക്കും 685 രൂപയായിട്ട് ഒരു പവൻ സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ആ സ്വർണത്തിന്റെ വിലയാണ് ഇപ്പോ നമ്മൾ കാണുന്ന തരത്തില് 1,01,880 എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. 2012 മുതൽ 2019 വരെയുള്ള കാലം എടുത്താല്, 2020 വരെയുള്ള കാലം എടുത്താല് സ്വർണത്തിന്റെ വിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അതായത് ആ കാലയളവിൽ സ്വർണത്തിന്റെ വില 25,000, 30,000 ആ റേഞ്ചിൽ നിന്നു. കോവിഡ് കാലത്ത് സ്വർണത്തിന്റെ വില 38,000, 50,000, 38,000-ൽ നിന്ന് 50,000 എന്ന രീതിയിലേക്ക് ഉയർന്നു. 2012 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിൽ വലിയ മാറ്റം വിലയിൽ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാതിരുന്ന സമയത്ത് പലരും സ്വർണത്തിനെ വിട്ട് മറ്റു പല രീതിയിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റും ഏകദേശം സ്ഥിരതയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് ഡോളറും വളരെ സ്ട്രോങ് ആയിരുന്നു. ഇന്ത്യൻ കറൻസിയും മോശമല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഓഹരി വിപണിയിലോ ഡോളറിലോ ഒക്കെ നിക്ഷേപിക്കുന്നതിലേക്ക് ജനങ്ങൾ തിരിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം കോവിഡ് വന്നതോടുകൂടി മാത്രമല്ല, കോവിഡ് അവസാനിക്കുന്നതിന് മുൻപ് റഷ്യ യുക്രൈൻ ആക്രമിക്കുന്നു. അതോടുകൂടി കഥ എല്ലാം മറിയുകയാണ് ഉണ്ടായത്. സ്വർണത്തിന്റെ വില പെട്ടെന്ന് ഉയരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തകരുന്നു, താഴേക്ക് പോകുന്നു. അമേരിക്കൻ ഡോളറും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് സ്വർണത്തിന്റെ വിലയിൽ പിന്നെയും വച്ചടിവെച്ചുള്ള കയറ്റത്തിന്റെ സാധ്യതയുണ്ടായത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ആഗോള തലത്തിൽ അസാധാരണ സാഹചര്യം ഉണ്ടായാൽ, അതായത് കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി രോഗം ഉണ്ടാവുക, ലോകത്തെ മുഴുവൻ ആക്രമിക്കുന്ന ഒരു മഹാരോഗം ഉണ്ടാവുക, അതുപോലെ തന്നെ ആഗോള തലത്തിൽ പണപ്പെരുപ്പം ഉണ്ടാവുക, യുദ്ധമുണ്ടാവുക. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കോവിഡ് കഴിഞ്ഞതോടുകൂടി, കോവിഡ് കാലം തന്നെ ഒരു മഹാമാരിയായിരുന്നു. അത് സ്വർണത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ പോകുന്നതായിരുന്നു. അത് കഴിയുന്നതിന് മുൻപ് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം, ആ യുദ്ധത്തോടു കൂടി ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെ ഉടലെടുത്തേക്കാം എന്ന ഭയമുണ്ടാകുന്നു. അതോടെ സ്വർണത്തിലേക്ക് കുതിച്ച് എല്ലാവരും, മറ്റേത് മേഖലയിലേക്ക് പോയവരും സ്വർണത്തിലേക്ക് വന്നു. തന്നെയുമല്ല, മറ്റേത് മേഖലകളും, അതായത് ഓഹരി കമ്പോളം ഇടിഞ്ഞു, ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു, മറ്റെല്ലാ കറൻസികളുടെയും മൂല്യം താരതമ്യേന
പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വലിയ തോതിൽ ഇടിയുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് സ്വർണം അസാധാരണ സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല നിക്ഷേപം സ്വർണമാണ് എന്ന ഒരു ധാരണ അതോടെയാണ് എല്ലാവരിലും ഉടലെടുക്കുന്നത്. അപ്പൊ 2020-25 കാലഘട്ടത്തിൽ 2020-25 കാലഘട്ടം എന്ന് പറയുന്നത് ആഗോള അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമായിരുന്നു. ഏതൊക്കെ തരം അനിശ്ചിതത്വമാണ്? 2020 ആരംഭത്തിലാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത്. റഷ്യക്ക് എതിരെ ഉപരോധം ഉടലെടുക്കുന്നു. അതോടെ ആഗോള തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി, ചരക്ക് നീക്കത്തിലും അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ധനത്തിന്റെ നീക്കത്തിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇനി ഈ റഷ്യ യുക്രൈൻ യുദ്ധം പതുക്കെ അതിന്റെ ശക്തി കുറഞ്ഞ് ഗതി മാറി തുടങ്ങിയപ്പോഴേക്കും ഗാസ ഇസ്രായേൽ യുദ്ധം വരുന്നു. ആ ഗാസ ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അത് മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണം പറയാൻ. അപ്പോഴാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് 2025 ജാനുവരിയിൽ സ്ഥാനാരോഹണം ചെയ്യുന്നത്. അതോടെ വീണ്ടും ലോകക്രമം തന്നെ മറിയുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപ് ഭരണത്തിൽ വന്നത് തന്നെ 2-3 മുദ്രാവാക്യങ്ങളോടെയാണോ? എന്തായിരുന്നു? മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതുപോലെ അമേരിക്കൻ ഡോളർ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി ആക്കി മാറ്റും. അതുപോലെ തന്നെ അമേരിക്ക ഒരു ടെക്നോളജിക്കൽ ഹബ്ബാക്കുക, ലോകത്തിന്റെ ടെക്നോളജി ഹബ്ബാക്കും. ഇങ്ങനെ പല വലിയ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹം ഭരണത്തിലേക്ക് വരുന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞതോടെ ഒരു വ്യാപാര യുദ്ധം, ആഗോള തലത്തിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്കാണ് രാജ്യങ്ങൾ മാറിയത്. അപ്പൊ ആ യുദ്ധത്തിന്റെ കെടുതി എങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ കാരണമായത്? അതായത് 500% താരിഫാണ് ചൈനയുടെ മേൽ ചുമത്തിയത്. പല രാജ്യങ്ങളുടെ മേലും പല റേഞ്ചില് വളരെ താരിഫ് ചുമത്തുന്നു. അതായത് ഇറക്കുമതി തീരുവ, അമേരിക്കയിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ 25% തീരുവയായിരുന്നു വെച്ചിരുന്നത്. അത് ഓഗസ്റ്റ് 7-ാം തീയതി ആയപ്പോൾ 27-നാണ് 50% തീരുവ. അതായത് 25%ന്റെ 100% എന്ന് വെച്ചാൽ വേറൊരു 25%, അങ്ങനെ 50% തീരുവ എന്ന രീതിയിൽ ഈ തീരുവ യുദ്ധം ട്രംപ് തുടങ്ങി വെച്ചു. അത് പല തട്ടിലായിട്ട് തുടരുകയും ചെയ്തു. അങ്ങനെ തുടർന്നപ്പോഴേക്കും എന്താണ് സംഭവിക്കുക? ഇപ്പൊ ആഗോള തലത്തിൽ തന്നെ എല്ലാ കറൻസീസും അനിശ്ചിതത്വത്തിലേക്ക് മാറുന്നു. ആഗോള വ്യാപാരം തന്നെ അനിശ്ചിതത്വത്തിലേക്ക് മാറുന്നു. പല രാജ്യങ്ങളുടെയും ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു. പിന്നെ അതിനോട് ഇടകൊണ്ട് 2025 ട്രംപ് ഭരണത്തിൽ വരുമ്പോൾ തന്നെ അതായത് ജെറോം പവലിനോട്, അതായത് ഫെഡറൽ റിസർവിന്റെ, അമേരിക്കൻ റിസർവ് ബാങ്ക് ആയ ഫെഡറൽ റിസർവിന്റെ ചെയർമാനോട് വലിയ തോതില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കണം, ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കണം എന്ന ആഹ്വാനം നടത്തുന്നു. അദ്ദേഹം അത് നിരാകരിക്കുന്നു. പക്ഷെ അവസാനം അദ്ദേഹം ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. അതായത് ഒരു ഹൈ ലെവൽ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കല്. അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.5% വർദ്ധിപ്പിക്കുന്നു. അതോടെ അമേരിക്കൻ ഡോളറുടെ മൂല്യം പെട്ടെന്ന് കുറയുന്നു. അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉയർന്നിരിക്കുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭകരമാണ്, സ്റ്റോക്ക് മാർക്കറ്റിലോ മറ്റെവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും. അതായത് അതേ സമയത്ത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറഞ്ഞാൽ അതിൽ നിന്നും സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ അതാണ് സംഭവിച്ചത്. 0.25%-നും 0.5%-നും ഇടയ്ക്കുള്ള റിഡക്ഷൻ, കുറവാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ആദ്യം വരുത്തിയത്. അപ്പോൾ തന്നെ അമേരിക്കൻ ഡോളർ മൂല്യം കുറഞ്ഞു. അമേരിക്കൻ ഡോളർ മൂല്യം കുറഞ്ഞതോടെ അമേരിക്കൻ ഡോളറിലേക്ക് പോകുമായിരുന്നു. അതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ കണ്ടത്. അമേരിക്കൻ ഡോളറിലേക്ക് പോകുമായിരുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതായത് മൂലധന നിക്ഷേപം മുഴുവനും സ്വർണത്തിലേക്ക് വരുന്നു. അങ്ങനെ സ്വർണത്തിന്റെ മൂല്യത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബറിലായിരുന്നു സ്വർണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനവ് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്കറിയാം വീണ്ടും സ്വർണത്തിന്റെ വിലയിൽ അഭൂതപൂർവമായ വർധനവ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല 1,00,000-ന് മുകളിലേക്ക് സ്വർണത്തിന്റെ വില പോകുമെന്ന്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ പെട്ടെന്ന് അതായത് ഇപ്പൊ നമുക്കറിയാം ഗാസ ഇസ്രായേൽ യുദ്ധം അടങ്ങിയിരിക്കുന്നു, തീർന്നു എന്ന് പറയാറായിട്ടില്ല. അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധവും വലിയ കടുപ്പത്തിലല്ല, തീർന്നിട്ടില്ല എങ്കിൽ പോലും
അതുപോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തമ്മിലുണ്ടായിരുന്ന ഉരസല്, ഇന്ത്യ പഹൽഗാം, ഇതെല്ലാം മാറി ഒരു സ്വസ്ഥതയുടെ അന്തരീക്ഷം വന്നിരിക്കുകയാണ്. അപ്പോഴെന്താണ് പിന്നെ പെട്ടെന്ന് എടുത്തിയാടിയതുപോലെ ഈ ഡിസംബർ അവസാനമായപ്പോഴത്തേനും അതിന് പ്രത്യേക കാരണങ്ങൾ തേടി പോകേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതായത് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും US-ലാണെങ്കിലും മറ്റേത് വെസ്റ്റേൺ കൺട്രിയിലാണെങ്കിലും എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിനോട് ഒത്തുവരികയാണ് ന്യൂ ഇയർ. അപ്പൊ ഈ ഫെസ്റ്റിവൽ ക്രിസ്മസ് ഫെസ്റ്റിവൽ പ്ലസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ഈ സ്വർണത്തിന്റെ ഈ വിലയിലുണ്ടായ എടുത്തുചാട്ടം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ സ്വർണം ഇതിൽ എത്ര നിക്ഷേപിക്കണം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത്ര കണ്ണടച്ചങ്ങ് വിശ്വസിക്കാമോ? സാധാരണ ഈ ഓഹരി വിപണിയെ പറ്റിയും വിപണികളെ പറ്റി വളരെ ആഴത്തിൽ അവഗാഹമുള്ള പ്രശസ്തർ പറയാറുള്ളത് നിങ്ങളുടെ ആകെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 10% കുറയാതെ സ്വർണത്തിലായിരിക്കട്ടെ. കാരണം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്. മറ്റേതൊക്കെ മേഖലകളിൽ ഇടിവുണ്ടായാലും സ്വർണത്തിന്റെ ഇടിവ് വളരെ ചെറിയ തോതിൽ ഇടിവുണ്ടായേക്കാം, പക്ഷെ അപ്പോഴും അതിന് പകരം പിന്നെയും മുകളിലേക്ക് പോകും. മറിച്ച് നമുക്ക് ഓഹരി വിപണി, അതായത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കണം, 10% വലിയ കൂടുതൽ കുറയാത്ത രീതി 10% കുറയാത്ത രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്വർണത്തിൽ വരുന്നത് നല്ലതാണ്. അത് ആഭരണത്തിൽ വേണോ വേണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായം പറയുക. കാരണം ആഭരണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആഭരണം തിരിച്ചു വിൽക്കാൻ ചെല്ലുമ്പോൾ അതിന് പണിക്കുറവ്, അതായത് മാറ്റുകുറവ് എന്നൊക്കെ പല പല കാരണങ്ങൾ. എല്ലാ കാരറ്റും ശരിക്കും പ്യുവർ സ്വർണമാണ്, എല്ലാ കടമ്പകളും കടന്ന സ്വർണമാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും പല കാരണങ്ങൾ പറഞ്ഞ് അതിന്റെ മൂല്യം കുറയ്ക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അത്ര പണം നമുക്ക് തീർച്ചയായിട്ടും കിട്ടില്ല ഭാവിയിൽ. അതുകൊണ്ട് സ്വർണ്ണാഭരണമായിട്ട് വളരെ കുറച്ചു മാത്രം വയ്ക്കുക. ബാക്കി നമ്മൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുഴുവനും ഇടാനായിട്ട് വേറെ മാർഗങ്ങളുണ്ട് ആ സ്വർണത്തിന്റെ തന്നെ, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അങ്ങനെ ഒരു 10% അതിന്റെ ചുറ്റുവട്ടത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി കുറെയൊക്കെ ഓഹരിയിൽ ഇടുക. മ്യൂച്വൽ ഫണ്ട്സ് ഓഹരിയിൽ ഇടുന്നതിനേക്കാളും കൂടി നല്ലതാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇടുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് നമുക്ക് പിൻവലിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ചെല്ലുന്ന ഫണ്ട് അവര് തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യും, വിവിധ ഷെയറുകളിലും മാർഗങ്ങളിലും ഒക്കെ ഇടും. എന്നിട്ട് അവർ വളരെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും എവിടെയാണ് വില താഴുന്നത്, എവിടെയാണ് ഉയർച്ച ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അഷ്വേർഡ് ആയിട്ടുള്ള ലാഭം കിട്ടും മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇടുന്നത് എങ്കിൽ. അപ്പൊ കുറെ എന്ന് വിചാരിച്ച എല്ലാം മ്യൂച്വൽ ഫണ്ട്സിൽ ഇടണ്ട. ഒരു പരിധി വരെ മ്യൂച്വൽ ഫണ്ട്സിലൂടെ 10-20% മ്യൂച്വൽ ഫണ്ട്സിലൂടെ കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിട്ട് വെക്കുക. ഇങ്ങനെ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നടത്തേണ്ടത്. എല്ലാം കൂടി കൊണ്ടുവന്ന് സ്വർണത്തിൽ ഇട്ടാലും ബുദ്ധിമുട്ടാണ്. കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിക്ഷേപിക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് ആദായകരമായിട്ട് സ്വന്തം വരുമാനം എങ്ങനെ നിക്ഷേപിക്കാം എന്ന് വിചാരിക്കുന്നവര് അധികം വരുന്ന വരുമാനത്തിന്റെ എല്ലാ നിത്യനിദാന ചെലവുകൾക്കും ഒക്കെ എടുത്തു കഴിഞ്ഞ് അധികം വരുന്ന സാധാരണ രീതിയിൽ ബുദ്ധിപൂർവം വിഭജിക്കുകയാണെങ്കിൽ ഒരു ഭാഗം ഓഹരികളിൽ ഇടുക. അതായത് ഓഹരിയുടെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ച് നമുക്കൊരു ബ്രോക്കർ കാണും. ആ ബ്രോക്കർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കൊരു വരുമാനം ഉണ്ടാകത്തക്ക രീതിയിൽ ഓഹരികളിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അതുപോലെ കടപ്പത്രങ്ങളിൽ ഇടുക. കടപ്പത്രങ്ങളിൽ ഇടുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? അതിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ആ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കടപ്പത്രങ്ങൾ ഏത് കമ്പനിയെ പ്രതിനിധാനം ചെയ്യുന്നോ ആ കമ്പനി നഷ്ടത്തിലായാലും ലാഭത്തിലായാലും കടപ്പത്രത്തിൽ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് ആ ഇൻവെസ്റ്റർക്ക് കൊടുത്തേ പറ്റൂ. അത് കാരണം കടപ്പത്രങ്ങളിൽ കുറെയൊക്കെ നിക്ഷേപിക്കാം. പിന്നെ നമുക്ക് അനിശ്ചിതത്വം ഉണ്ടാവുകയാണ് വരുമാനത്തിന് വിപണിയിലെ ഒക്കെ എങ്കിൽ കുറച്ച് സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുക. അതാണ് നേരത്തെ 10% അതിന്റെ മുകളിലോ ഉള്ള തുക സ്വർണത്തിൽ നിക്ഷേപിക്കണം. അപ്പൊ ആ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ഏത് അസാധാരണ സാഹചര്യങ്ങളിൽ നമ്മുടെ സഹായത്തിന് എത്തിച്ചേരും. നമുക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായാൽ സ്വർണം എത്ര വേഗം വേണമെങ്കിലും പണമാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സ്വർണത്തിന്റെ ETF, അതായത് സ്വർണം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്ന, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്ന
ഗോൾഡ് ETF എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയിൽ വളരെ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹം ഒരു മാസം കൊണ്ട് സ്വർണം ETF-ൽ ഇട്ട് ഒറ്റ മാസം കൊണ്ട് 1,00,000-ലേറെ ആദായം ഉണ്ടാക്കി എന്നാണ്. അദ്ദേഹത്തിന് അത് സന്തോഷമായിരുന്നു. അപ്പൊ ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ചെന്ന് കണ്ണടച്ച് ETF-ൽ പണം ഇടണം എന്നല്ല ഈ പറയുന്നത്. അതായത് എന്താണ് ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അഥവാ ഗോൾഡ് ETF-കളുടെ പ്രത്യേകത? അത് ഒരു ഡിജിറ്റൽ ഗോൾഡാണ്. അതായത് ഗോൾഡ് നമ്മൾ കൃത്യമായിട്ട് കയ്യിൽ വാങ്ങുന്നില്ല, വിൽക്കുന്നില്ല. പകരം നമ്മൾ ഓഹരി കമ്പോളത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വില ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് വിൽക്കാം, താഴ്ന്നു നിൽക്കുമ്പോൾ നമുക്ക് വാങ്ങാം. ഗോൾഡ് ETF-ന്റെ വില താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിക്ഷേപിക്കുന്നു, വില ഉയരുമ്പോൾ നമ്മൾ അതിനെ ഒഴിയുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പോ നമുക്കറിയാം, നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഇങ്ങനെ പതുക്കെ കയറി ഇറങ്ങി പോവുകയാണ്. അപ്പൊ എപ്പോഴും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ വാങ്ങിയതിനേക്കാൾ ചെറിയതായിട്ട് താഴേക്ക് പോകും, പിന്നെ അതിനേക്കാൾ കൂടുതൽ മുകളിലേക്ക് പോകും. ഈ തരത്തിലാണ് സ്വർണത്തിന്റെ വിലയിലെ വ്യത്യാസം നമ്മളിപ്പോ കാണുന്നത്. അപ്പം ഈ ഗോൾഡ് ETF-ൽ വെക്കുകയാണെങ്കിൽ നമ്മൾ സ്വർണം കയ്യിൽ വെക്കുകയോ അത് കൊണ്ടുനടക്കുകയോ ഒന്നും ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരവസ്ഥയാണ് സംജാതമാവുക. ഇവിടെ തന്നെയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, അതായത് ഗോൾഡ് ETF-ന്റെ സ്ഥാനത്ത് ഗോൾഡ് നിക്ഷേപിക്കാവുന്ന ഒന്നാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഗോൾഡ് ബോണ്ടുകൾ. 2.5% വാർഷിക പലിശയും മൂലധന വർധനവും ഉണ്ടാകുന്നു. അതായത് ഈ ഗോൾഡ് ബോണ്ടില് നിക്ഷേപിക്കുകയാണെങ്കിലുള്ള പ്രയോജനം എന്താണ്? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഷുറൻസ് ഉണ്ട്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഷുറൻസ് ഉണ്ട്. മാത്രവുമല്ല 2.5% പലിശ കിട്ടും. അതിനേക്കാൾ ഉപരി ഗോൾഡിന്റെ വില എപ്പോൾ വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് ആ വർദ്ധിച്ച മൂല്യവും, അതായത് മുടക്കിയ മുതൽ എത്ര പവൻ സ്വർണമാണോ അല്ലെങ്കിൽ എത്ര ഗ്രാം സ്വർണമാണോ അതിന്റെ ആ വാങ്ങിച്ചപ്പോൾ ഉള്ള വിലയേക്കാൾ എത്ര കൂടുന്നുവോ ആ മൂല്യവും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നു. അപ്പൊ ഈ ഗോൾഡ് സോവറിൻ ബോണ്ട് വളരെ നല്ല ഒരു സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് പോലെ തന്നെയോ അതിനേക്കാളോ ഒരു പക്ഷെ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആയിരിക്കാം കൂടുതൽ ആദായകരം. പക്ഷേ അതിനേക്കാളും സുനിശ്ചിതമായ ഒന്നാണ് ഗോൾഡ് സോവറിൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തും നമുക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡിലും അതുപോലെ തന്നെ ഗോൾഡ് സോവറിൻ ബോണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആശ്വാസകരം, നല്ലതായിരിക്കും. അതുപോലെ ഡിജിറ്റൽ ഗോൾഡ്, അതായത് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് ഈ ഗോൾഡ് ETF തന്നെയാണ് ഡിജിറ്റൽ ഗോൾഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പസ്വല്പം മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിമാറ്റ് അക്കൗണ്ട്, അതായത് ശരിക്കും അവിടെ നമ്മൾ ഗോൾഡ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് അക്കൗണ്ട് വഴിയായിട്ടാണ്, അതല്ലാതെ നമ്മൾ കയ്യിൽ സ്വർണം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല. ഗോൾഡ് ETF അഥവാ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്താണ്? ഗോൾഡ് ETF വഴി സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. ഓഹരികൾ വാങ്ങുന്നത് പോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് നിഫ്റ്റി, അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ സെൻസെക്സ് വഴി ഓൺലൈനായി സ്വർണം വാങ്ങാനും വിൽക്കാനും ഈ ഡിമാറ്റ് അക്കൗണ്ട് സഹായിക്കുന്നു. ഒരു സ്റ്റോക്ക് ബ്രോക്കറിലൂടെ അക്കൗണ്ട് തുറന്ന് ഗോൾഡ് ETF യൂണിറ്റുകൾ വാങ്ങി സുരക്ഷിതമായി സൂക്ഷിക്കാം. ഗോൾഡ് ഡിമാറ്റ് അക്കൗണ്ടിന്റെ പ്രധാന വിവരങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി ഡിജിറ്റൽ സ്വർണ്ണ യൂണിറ്റുകൾ ട്രേഡ് ചെയ്യാം. ഇത് ശാരീരിക സ്വർണത്തിന് പകരമാണ്. അതായത് ഡിജിറ്റൽ ഗോൾഡ് അതായത് യഥാർത്ഥ സ്വർണ്ണ യൂണിറ്റിന് പകരമാണ്. ആവശ്യമായ ട്രേഡിംഗ്, ഡിമാറ്റ് അക്കൗണ്ട്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവയാണ്. അതായത് ഇങ്ങനെ ട്രേഡിംഗ് നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത്? ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഇവയാണ് ആവശ്യമുള്ളത്. പ്രത്യേകതകൾ: 99.5% ശുദ്ധമായ സ്വർണമാണ് ETF-ൽ ലഭിക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും വിറ്റ് പണമാക്കാം. നേട്ടങ്ങൾ: കള്ളന്മാരെ ഭയപ്പെടേണ്ടതില്ല, സേഫ്റ്റി ലോക്കർ ആവശ്യമില്ല. അതായത് നമ്മൾ മെറ്റൽ ഗോൾഡ് ആണ് വാങ്ങി വെക്കുന്നതെങ്കിൽ നമുക്ക് കള്ളന്മാരെ ഭയക്കണം, സേഫ്റ്റി ലോക്കർ വേണം. ഇതൊന്നും ഗോൾഡ് ഒന്നും ആവശ്യമില്ല. സ്റ്റോറേജ് ചാർജ് ഇല്ല, കാരണം ഇത് കറൻസി ഇത് എവിടെയും ബാങ്കിൽ ലോക്കറിലോ ഒന്നും അല്ലല്ലോ വെച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റോറേജ് ചാർജ് ഇല്ല.
ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും, അതായത് ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടില്ല എന്നിരിക്കട്ടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, എങ്കിൽ അത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് കച്ചവടം ചെയ്യാം. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും ഡിജിറ്റൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ്. എന്താണ് ഗോൾഡ് ETF, അതിൽ എങ്ങനെ ഒരു നിക്ഷേപകൻ എങ്ങനെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ പഠിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഗോൾഡ് ETF വഴിയോ ഗോൾഡ് ഡിമാറ്റ് വഴിയോ ഒക്കെ നമുക്ക് ഗോൾഡ് എക്സ്ചേഞ്ചുമായിട്ട് ഗോൾഡുമായിട്ട് ബന്ധപ്പെടാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്താലും, അതുപോലെ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് പോലെ, പക്ഷെ അതിൽ നോക്കുമ്പോൾ നമ്മൾ ഇത് റിസർവ് ബാങ്ക്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും അതുപോലെ നിഫ്റ്റിയുടെയും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് നിഫ്റ്റിയുടെയും BSEയുടെയും അഥവാ സെൻസെക്സിന്റെയും പരിധിക്കകത്ത്, എന്ന് വെച്ചാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇവയെ നിയന്ത്രിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ ഗവൺമെന്റിന് നിയന്ത്രണമുണ്ട് എന്നർത്ഥം. അങ്ങനെ ഗവൺമെന്റ് നിയന്ത്രണത്തിന് കീഴിലാണ് ഇവ വരുന്നത് എങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഗോൾഡായിട്ട് തന്നെ സൂക്ഷിക്കുന്ന സ്ഥാനത്ത് ഗോൾഡിൽ തന്നെ കൂടുതൽ വരുമാനം, അതായത് നമ്മൾ ഗോൾഡായിട്ട് വില കൂടുമ്പോൾ വിൽക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ വരുമാന വർധനവിനുള്ള സാധ്യത കൂടുതൽ കിട്ടുന്നു ഇങ്ങനെ ഗോൾഡ് ETF വഴിയായിട്ട് പോവുകയാണെങ്കിൽ. അപ്പം ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്വർണത്തിന്റെ വില ചില സ്റ്റോക്ക് വിപണിയുമായിട്ട്, ഈ സ്വർണ വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒക്കെ പറയുന്നത് 1,16,000 വരെയോ 1,20,000 വരെയോ ഒക്കെ സ്വർണത്തിന്റെ വില ഈ വർഷം പോയേക്കാം, ഉയർന്നേക്കാം എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്, US ഇനിയും റേറ്റ് ഓഫ് ഇപ്പൊ US വലിയ അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഉണ്ട്. അതായത് US ആവശ്യത്തിന് തൊഴിൽ ഇല്ലായ്മ രൂക്ഷമാണ് എന്നർത്ഥം. അപ്പൊ ഈ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനിയും കുറയ്ക്കാനായിട്ട് ഫെഡറൽ റിസർവിന്റെ അടുത്ത് സമ്മർദ്ദം ഉണ്ടാകും. ഫെഡറൽ റിസർവ് ഇനിയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ കറൻസി, ഏത് കറൻസിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ കുറച്ചത്, ആ കറൻസിയുടെ വായ്പകളൊക്കെ വളരെ ഈസിയാവും എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു, വായ്പ റേറ്റ് കുറയും. പിന്നെ എന്താണ്, ഫെഡ് റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ അവിടുത്തെ വായ്പാ റേറ്റുകളെല്ലാം കുറയും. അങ്ങനെ വായ്പാ റേറ്റുകൾ കുറയുമ്പോഴേക്ക് ഡോളറിന്റെ മൂല്യം കുറയും. ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ എവിടേക്കാണ് സാധാരണ നിക്ഷേപകരുടെ നിക്ഷേപം പോവുക? സ്വർണത്തിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് ഈ അതപ്പോ ഫെഡറൽ റിസർവ് ഒരു പ്രാവശ്യം കൂടി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന് ട്രംപ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി, ഒരു റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി US ഫോം ചെയ്തു. ആ കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇനി ഒരു പ്രാവശ്യം കൂടി എങ്കിലും ഈ വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന്. അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വീണ്ടും കുറച്ചാൽ അമേരിക്കൻ ഡോളർ വീണ്ടും വീക്കാകും. അങ്ങനെ വീക്കാകുമ്പോൾ അമേരിക്കൻ ഡോളറിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകില്ല, പകരം ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. വേറെ ഒരു കറൻസിയും അമേരിക്കൻ ഡോളറിനോട് സ്ട്രോങ് ഇല്ല. അത് കാരണം കൊണ്ട് നാച്ചുറലി ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വരാൻ പോകുന്നത് സ്വർണത്തിലേക്കാണ്. അങ്ങനെ സ്വർണത്തിന്റെ മൂല്യം വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1,16,000 രൂപ വരെയൊക്കെ സ്വർണത്തിന്റെ വില ഈ വർഷം പോയേക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് 100% വിശ്വസിക്കാൻ ഒക്കില്ല. വിപണിയുടെ കാര്യമാണ്, മനുഷ്യന്റെ കാര്യമാണ്. അതായത് വിപണി, ഇപ്പൊ ഉദാഹരണം വിപണിയെ എങ്ങനെ നമുക്കറിയാം, പന്താടിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഒറ്റയൊരുത്തൻ. അപ്പൊ അങ്ങനെ ഒരു ട്രംപ് വിചാരിച്ച ആഗോള വിപണിയെ ഇങ്ങനെ അമ്മാനമാടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ ട്രംപ് തന്നെ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇനി എടുക്കാൻ പോകുന്നത്? കാരണം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് ഒരു വലിയ പരിധി വരെ സ്വാധീനിക്കാൻ പറ്റും ലോകത്ത്. കാരണം എന്താണ്? ട്രംപാണ് ഇന്ത്യയിൽ നിന്ന്, അതായത് അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം. അതുകൊണ്ടാണ് ട്രംപിന്റെ തീരുവ യുദ്ധം ഇന്ത്യയെ വളരെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. നമ്മുടെ നമ്മുടെ വ്യാപാര കമ്മി ഒരുപാട് വർദ്ധിച്ചു ഈ വർഷം. പ്രത്യേകിച്ച് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിട്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഒരുപാട് വർദ്ധിച്ചു. അപ്പൊ അതിന്റെ എല്ലാം കാരണം, അങ്ങനെ എല്ലാ രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കാനുള്ള കാരണം ട്രംപിന്റെ വ്യാപാര നയങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള നയങ്ങൾ ഇനി എങ്ങനെ കീഴ്മേൽ മറിയും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സ്വർണത്തിന്റെ വില മുകളിലേക്ക് തന്നെ പോകും എന്ന് വിചാരിച്ച്
ഇൻവെസ്റ്റ് ചെയ്യാതെ സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ടോ ഗോൾഡ് ETF ഒക്കെയാണ്, അല്ലെങ്കിൽ ഗോൾഡ് സോവറിൻ ആണെങ്കിലും പേടിക്കാനില്ല. വിശ്വസിച്ച് നിങ്ങൾക്ക് ഗോൾഡ് സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അഡ്വാൻറ്റേജ് ഉണ്ടായാൽ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കൊയ്തെടുക്കാം. അതേ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭയപ്പെടാനുമില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഗോൾഡ് സോവറിൻ ബോണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് വഴിയായിട്ട് ആ ഗോൾഡ് സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നത്. അപ്പൊ നാച്ചുറലി നമുക്ക് അതിന് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും, കുറഞ്ഞു പോവില്ല. അതേ സമയത്ത് വില വർദ്ധിക്കുകയാണെങ്കിൽ ആ ആനുകൂല്യവും അതിലൂടെ കിട്ടും. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് വളരെ സുചിന്തിതമായിട്ട് നമ്മൾ മാർക്കറ്റിനെ വീക്ഷിച്ചുകൊണ്ടിരുന്ന് അതിന്റെ ക്രയവിക്രയങ്ങളിൽ നമ്മളും കൂടി ഭാഗഭാക്കാകാം എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഡിമാറ്റ് അക്കൗണ്ട് വഴിയോ ഗോൾഡ് ETF വഴിയോ ഒക്കെ നമുക്ക് സ്വർണം വാങ്ങാൻ പറ്റും. അവിടെ നമ്മൾ സ്വർണം കൈകാര്യം ചെയ്യുന്നില്ല, നമ്മൾ സ്വർണത്തിന്റെ ബാക്കിംഗ് ഉള്ള ഷെയറുകളാണ് ഡിജിറ്റലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ രണ്ടായാലും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഭയക്കേണ്ട. അതോടൊപ്പം തന്നെ സ്വർണത്തിലെ ആഭരണങ്ങളാക്കി മാറ്റുന്നതിൽ അല്പം ആശങ്ക വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയാണെങ്കിലും സ്വർണ്ണാഭരണങ്ങൾക്ക് 916 എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവസാനം അത് വിൽക്കാൻ ചെല്ലുമ്പോൾ വാങ്ങിയ കടക്കാർ തന്നെ നിങ്ങൾക്ക് പാരയാകും. പല പല കാരണങ്ങൾ പറഞ്ഞ് വളരെയധികം വില അവർ കുറയ്ക്കും. അങ്ങനെ വരുമ്പോഴേക്കും നാം ആഗ്രഹിക്കുന്ന പ്രയോജനം, സ്വർണത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ലാഭം, പ്രയോജനം എപ്പോഴും കിട്ടും, എന്നാലും അത്രയധികം ലാഭം കിട്ടില്ല, അതിലൊരു ഇടിവുണ്ടാവും. മറിച്ച് നിങ്ങൾ ഗോൾഡ് കോയിൻസോ ഗോൾഡ് ബാറോ ആയിട്ടാണ്, അല്ലെങ്കിൽ ഗോൾഡ് സോവറിൻ ബോണ്ടിലാണ് പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് മകൾക്ക് എന്താണ് തരാൻ പോകുന്നത്, ഞങ്ങൾ സോവറിൻ ബോണ്ടില് ഗോൾഡ് സോവറിൻ ബോണ്ടില് പിന്നെ തരാം, ഇത്ര 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 പിന്നെ ലക്ഷം രൂപയുടെ സ്വർണം തരാം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നൈസ്. കാരണം എന്ന് വെച്ചാൽ അത് വളരെ കടപ്പത്രമാണ് ഗോൾഡ് സോവറിൻ ബോണ്ട് എന്ന് പറയുന്നത്. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും, ഒട്ടും പേടിക്കാനില്ല. നിങ്ങളുടെ മരുമകൾക്ക് കിട്ടാൻ പോകുന്ന ധനം, മകൾക്ക് കൊണ്ടുവരുന്ന ധനം, ആ ധനം ധനമായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ, അത് താഴേക്ക് പോകില്ല, മുകളിലേക്ക് പോവുള്ളൂ എന്ന കാര്യം ഓർക്കുക. ഏതായാലും സ്വർണത്തിലെ നിക്ഷേപം നല്ലതാണ്, പക്ഷെ അതിന് വിടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആകെ നിക്ഷേപത്തിന്റെ 10-15% മതി സ്വർണത്തിലെ നിക്ഷേപം. അങ്ങനെ നല്ല ഒരു സ്വർണത്തിന്റെ, അതായത് ഇപ്പൊ ഏകദേശം ഇപ്പൊ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറഞ്ഞാല് സ്വർണം നമ്മുടെയൊക്കെ മേധാശക്തിയെ ഒരു പരിധി വരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം സ്വർണത്തിന് കീഴ്പ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ബുദ്ധിസഹമായ രീതിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് പലതിലായിട്ടിട്ട് മുന്നോട്ട് പോകുക.